ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വ്ളോഗിങ് തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ വ്ളോഗ് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് രാവിലെ സ്കൂളുള്ള ദിവസമാണ്, മൺഡേ. അപ്പോൾ ആലുവിന് വേണ്ടിയിട്ടുള്ള ലഞ്ചും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇതാ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പൂവട. ഇതിന് ഈ ഷേപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പൂവട എന്ന് വിളിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇതിന് കൊമ്പനട എന്നാണ് പറയുന്നത്. ലഞ്ചിന് ദോശയും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഞാൻ ആലുവിനെയൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുവരെ അവൾ ടാബിലെല്ലാം കളിച്ചിരുന്നു. ഓളെ സെറ്റാക്കിയപ്പോഴത്തേന് ഇതാ നമ്മളെ ബീവി റെഡിയായി നീച്ചിട്ടുണ്ട്. കറക്റ്റ് ഓളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ നീക്കും. എന്നിട്ട് ഒരേ ഒരു കളിയായിരിക്കും. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും ഉറങ്ങും. നമ്മുടെ ചായടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നുവിന് ഉറക്കും. പിന്നെ അവളൊരു ഉച്ചയാവാനാകുമ്പോഴേ എണീക്കുള്ളൂ. ഉച്ച ആയപ്പോഴത്തേന് എൻ്റെ പണികളൊക്കെ തീർന്നു. അന്നുവിന് ഉറക്കിയതിന് ശേഷമാണ് പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയത്. കാരണം അവൾ ചെറുതായതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ കഴിയും. പിന്നെ ഉമ്മയാണ് അവളെ നോക്കിയത്. പിന്നെ അങ്ങനെ ഫുഡ് പറഞ്ഞാൽ അവൾക്ക് കുറുക്കാണ് കൊടുത്തത്. ഇന്ന് കഞ്ഞിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ മുത്താറി കൊടുക്കുന്നത് നല്ലതല്ലേ വിചാരിച്ചിട്ട് അവൾക്ക് മുത്താറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ലേ? നമ്മുടെ ഈ വയനാട്ടിൽ പൊതുവേ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുന്നൊരു സാധനമാണ് അവക്കാഡോ. നമ്മളിവിടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ ഇത് അന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് സ്മാഷ് ചെയ്തിട്ട് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് കഴിക്കും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ, ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇനി ഒരു 1:30 ആയി, ചോറ് തിന്നണം. ചോറിന് ഇന്ന് ഞാൻ ചിക്കൻ കറി രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ആലുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കൻ കറി തന്നെയാണ് എനിക്ക് ഉച്ചയ്ക്കും. റാഫി ഇവിടെ ഇല്ല, റാഫി പണിക്ക് പോയി. പരിപ്പ് കറിയുണ്ട്, തൈരുണ്ട്, ചിക്കനുണ്ട്, പപ്പടമുണ്ട്. ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നീച്ചിട്ടുണ്ട്. 4 മണിയായി. ആലുത്താത്തനെ കൂട്ടാൻ പോന്ന ഞങ്ങൾ ആലുത്താത്തനെ കൂട്ടിയിട്ട് വരാറ. ബൈ പറ. ഹലോ ഹലോ. ആലു സ്കൂളൊക്കെ വിട്ട് വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കളിയൊക്കെ കഴിഞ്ഞു. ഇനി പഠിക്കുന്ന സമയമായിട്ടുണ്ട്. റന, ഹൗ ഈസ് യുവർ സ്കൂൾ? പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾ എനിക്ക് വലിയൊരു പണി തന്നെ. സ്കൂളിലേക്ക് മൺഡേസിൽ അവർക്ക് ചാർട്ട് കൊടുക്കണമെന്ന് തീമിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള. പക്ഷേ ഈ ആഴ്ച നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവൾക്ക് ചാർട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ഞാനിനി ചാർട്ട് വരയ്ക്കട്ടെ. നമ്മളെ ബേബി ഉറങ്ങാണ്. അപ്പം നമ്മളെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് ടാസ്ക് ഉള്ള പണി. ഇതൊക്കെ കളർ ചെയ്തെടുക്കണ്ടേ. ഫൈനലി നമ്മുടെ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചാർട്ട് വരച്ചപ്പോഴത്തേന് ഇവിടുത്തെ സ്ഥിതി ഇതാണ്. എൻ്റെ അന്നുമ്മ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ട്. അന്ന അങ്ങനെ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവർ രണ്ടുപേരും കളിച്ചു. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.